പാഠം മീനോളം. ഒന്നാം രംഗം. കടലാണ്, ആഴക്കടൽ. അവിടെ ഒരുപാട് കടൽ ജീവികൾ. അവർക്കിടയിൽ രണ്ടു കഥാപാത്രങ്ങളാണ് ഒരു കുഞ്ഞുമീനും അതിൻ്റെ അമ്മയും. കുഞ്ഞുമീൻ ആലോചിക്കുകയാണ്. അമ്മമീൻ ആലോചനയിലാണ്ട് കുഞ്ഞുമീനിനെ ശ്രദ്ധിച്ചു നോക്കുന്നു. കുഞ്ഞുമീൻ: അമ്മേ. അമ്മ: എന്താ കുഞ്ഞേ? കുഞ്ഞ്: അമ്മേ, എനിക്ക് കുറേ നാളായി ഒരു സംശയം. അമ്മ: കുറേ നാളുകളോ? അതിന് നീ മുട്ടയെന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ച് നാളുകളല്ലേ ആയുള്ളൂ. കുഞ്ഞ്: അമ്മയുടെ കാലമായിരിക്കില്ല എൻ്റെ കാലം. ഞാൻ ഈ കാണും കടൽപ്പുറ്റ് ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10ലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാകും. അമ്മ: അല്ലെങ്കിലും നീ അങ്ങനാ. നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ അല്ലേ അല്ല. കുഞ്ഞ്: അതോ അമ്മയുടെ മറ്റുള്ള കുഞ്ഞുങ്ങൾ എന്നെപ്പോലെ അല്ലേ അല്ല എന്നാണോ? അമ്മ: വേണ്ട വേണ്ട, നിന്റെ കുസൃതി ചോദ്യം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. കുഞ്ഞ്: അപ്പം എങ്ങനെയാ അമ്മേ അമ്മയോട് എൻ്റെ സംശയം ചോദിക്കുക? ഞാൻ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം കേട്ട് സംശയം മാറി വിശ്വാസം വന്നാലല്ലേ ചോദ്യത്തിൻ്റെ വിശുദ്ധത മനസ്സിലാകൂ. എന്നെ വിശ്വസിപ്പിച്ചാൽ ചോദ്യം നല്ലത്, അല്ലെങ്കിൽ ചോദ്യം മലിനം, കുസൃതി തോന്നിയാസ്. അമ്മ: അല്ല, നീ എൻ്റെ ഇത്തിരി തലച്ചോറ് പുണ്ണാക്കുകയാണോ കുഞ്ഞു? കുഞ്ഞ്: അല്ല, എൻ്റെ തലയിലെ പുണ്ണ് മാറ്റാൻ നോക്കുക. അമ്മ: എന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ സംശയമാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുഞ്ഞ്: അതിൽ ഒരു സംശയമില്ല. അമ്മ: എന്താ നിന്റെ പ്രശ്നം? കുഞ്ഞ്: എന്താണമ്മേ കടൽ? അമ്മ: കടൽ എന്താന്നോ? കുഞ്ഞ്: അതെ. അമ്മ: മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ, എന്നിട്ട് നീ ചോദിക്കുക എന്താണ് കടലെന്ന്. കഷ്ടം. കുഞ്ഞ്: ആർക്കാണമ്മേ കഷ്ടം? പറഞ്ഞുതാ, എന്താണീ കടൽ? അമ്മ: കുഞ്ഞെ, ഇതാ ഈ കാണുന്നത് തന്നെയാണ് കടൽ. കുഞ്ഞ്: അപ്പം കാണാത്തതൊന്നും കടലല്ലേ? അമ്മ: നീ എന്നെ ഈ കടലിലെ വെള്ളം മുഴുവനും കുടിപ്പിച്ചേ അടങ്ങൂ, ഇല്ലേ കുഞ്ഞു? കുഞ്ഞ്: പറഞ്ഞുതാ അമ്മേ, എന്താണീ കടൽ? അമ്മ: നിനക്കുത്തരം പറയാൻ എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നാളെ പറഞ്ഞു തരാം. കുഞ്ഞ്: നാളെ? അമ്മ, ഇന്നത്തെ കടലായിരിക്കുമോ നാളെ? അമ്മ: അയ്യോ അയ്യോ, നീ ഒന്ന് മിണ്ടാതിരിക്കോ. കുഞ്ഞിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് നീന്തി. അവിടെ കണ്ട മീനുകളോടെല്ലാം രഹസ്യമായി കുഞ്ഞുമീനിൻ്റെ സംശയങ്ങൾ ചോദിച്ചു. കുശുകുശുക്കലും പിറുപിറുക്കലും, സ്ഥാനത്തും അസ്ഥാനത്തും അമ്മ മീനിൻ്റെ മുഖത്ത് ആശ്ചര്യഭാവങ്ങൾ, നിരാശ, സങ്കടം, ഉദ്വേഗം, ഭീതി. അങ്ങനെ ഒടുവിൽ തളർന്നു നീന്തി കുഞ്ഞിൻ്റെ പക്കലെത്തി. കുഞ്ഞ്: ഉത്തരം കിട്ടിയോ അതോ ഉത്തരം മുട്ടിയോ? അമ്മ: നിന്റെ സംശയം പലരുമായി പങ്കിട്ടു. കുഞ്ഞെ, നിന്റെ സംശയം ന്യായമാണെന്ന് അയലക്കൂട്ടം. ഇത്തരം സംശയങ്ങളെല്ലാം സംശയം എന്നെ അന്യായമെന്ന് ആവേലിക്കൂട്ടം. നിനക്ക് പിരാന്താണെന്ന് കോരയും വേട്ടയും. ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്ന് നെത്തോലിക്കൂട്ടം. അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും. തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം. അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് നെന്മീനും ചെമ്മീനും. മീനുകളെമ്പാടും ഉണ്ടേ ഈ കടലിലും. ഈ കടലിൽ എത്തും പുഴയിലും കായലിലും, കേട്ടറിവുള്ള കുളത്തിലും കിണറ്റിലും തടാകത്തിലും തോട്ടിലും ഉണ്ടത്രേ തരാതരം മീനുകൾ. കുഞ്ഞ്: അതും ഇതും പറഞ്ഞമ്മ വിഷയം മാറ്റല്ലേ. കടൽ എന്താന്ന് പറഞ്ഞതാ എൻ്റെ അമ്മേ. അമ്മ: അമ്മയ്ക്ക് അറിവൊട്ടുമില്ലെന്നറിയാം. കണ്ടമാനം കാണാത്ത മാനങ്ങളും ഉണ്ടെന്നറിയാം. ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നും അറിയാം. ഇപ്പറഞ്ഞത് നിനക്കിനിയും ബോധിച്ചില്ലെങ്കിൽ നീ തന്നെ പോണം ഉത്തരമില്ല കടലിന് ഉത്തരം തേടി. കുഞ്ഞ്: അമ്മയും ഒപ്പരം വരുമോ? അമ്മ: അമ്മയ്ക്ക് ഈ ഇടം വിട്ട് നിന്റെ ഒപ്പരം വരാനാവില്ല. മക്കൾ വേറെയുമില്ല എനിക്ക്. അവരെ എല്ലാം കാക്കണ്ടേ, ഓരോ വഴിക്കാക്കണ്ടേ. കുഞ്ഞ്, നീ ഒറ്റയ്ക്ക് പോയിട്ട് വാ. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ഉത്തരം ഇനി മണ്ടത്തരമാണെന്നാകിലും അമ്മയുടെ മണ്ടയിൽ കയറാത്തരമാണെങ്കിലും കുഞ്ഞെ, നിന്നെ ചൊല്ലി പെരുത്ത അഭിമാനമുണ്ട് അമ്മയ്ക്ക്. ചോദ്യമില്ലെങ്കിൽ ആദിമധ്യാന്തത്തിൽ ഒതുങ്ങില്ല വർത്തമാനം. ഭാവിയിലും കടൽ ഇതൊക്കെ തന്നെയാണെന്നുറപ്പാണെങ്കിൽ ഒടുങ്ങില്ലേ ഈ കടലും കടലിനുള്ളിലുള്ള സകലതും. ഇക്ഷണം നേരമറിയാൻ നേരമായി, വെറും വർത്തമാനം നിർത്താനും നേരമായി. പോയി വരൂ അമ്മയുടെ പുന്നാരെ, തളരാതെ ഒഴുക്കിനെതിരെ നീന്തി വരൂ കുഞ്ഞെ.
കുഞ്ഞ് നീന്തി നീന്തി അകന്നു പോയി. അമ്മ വിരഹവേദനയാലോ ആനന്ദാതിരേകത്താലോ കണ്ണുനീർ വാർത്തത് കടലിലായതിനാൽ നമ്മൾ കണ്ടില്ല. മീൻകുഞ്ഞും. രണ്ടാം രംഗം. ആദ്യ രംഗം തന്നെ. പോയി തിരിച്ചു വന്ന മീൻ വലുതായിരിക്കുന്നു. അമ്മ മീനിന് വയസ്സുമായി. പ്രായാധിക്യം കൊണ്ട് ശരീരം ശോഷിച്ചിരിക്കുന്നു. അമ്മ: ആരാ? കുഞ്ഞ്: ഞാനാ. അമ്മ: കുഞ്ഞെ, നീ ഉത്തരം കണ്ടോ നീയ്? കുഞ്ഞ്: ആദ്യം കടലായ കടലൊക്കെ നീന്തി നീന്തി അറ്റം കാണാതെ വലഞ്ഞു തളർന്നു പോയപ്പോൾ കടലിനടിയിൽ എത്തി. തറയ്ക്ക് കുറുകെ നീന്തിയപ്പോൾ തുടങ്ങിയിടത്ത് തന്നെ എത്തി. എവിടെയും എത്തില്ലെന്നും എത്താനില്ലെന്നും തോന്നി. പിന്നെ നെടുങ്ങനെ നീന്തി. അപ്പോൾ ഉത്തരം മുട്ടുമെന്ന് തോന്നിയ നേരം മുറിച്ചു വെളിയിലെത്തി. അമ്മ: കടലിനു വെളിയിലോ? കുഞ്ഞ്: അതെ. അമ്മ: കടലിനും അപ്പുറത്ത്? കുഞ്ഞ്: അതെ. അമ്മ: എന്നിട്ട് എന്ത് കണ്ടു? കുഞ്ഞ്: മാനം കണ്ടു. അമ്മ: മാനം? കുഞ്ഞ്: അതെ. അമ്മ: കണ്ടമാനം? കുഞ്ഞ്: അതെ. കടൽ മൊത്തം മൂടുന്ന മാനം. നമ്മളാരും ഇന്നേവരെ കാണാത്ത മാനം. മറ്റൊരു പഞ്ഞിക്കടൽ പാറിപ്പറക്കണ മാനം. മിന്നും താരക മീനുകളുള്ള മാനം. പക്ഷേ അമ്മേ, ഇത്തിരി നേരമേ അവിടെ കഴിയാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടി. ഉള്ള നേരം കൊണ്ട് ചില നേരുരുത്തിരിഞ്ഞു. ഉള്ളതിന് ആഴമെന്ന പോൽ പരപ്പുമുണ്ടെന്നറിഞ്ഞു. കടൽ ഉൾക്കൊള്ളാൻ കടപ്പുറമുണ്ടെന്നറിഞ്ഞു. എന്നിട്ടും ഞാനറിഞ്ഞ കടലിനും മാറ്റം അതേതുമില്ല. ഇതറിഞ്ഞ എന്നിലും മാറ്റം അതേതുമില്ല. എന്നാലും അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ. കുഞ്ഞിന് കടലിന് പുറത്ത് അനുഭവപ്പെട്ട ശ്വാസം മുട്ടൽ കടലിനടിയിൽ തന്നെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അമ്മയുടെ ശരീരം മേലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു: അമ്മ: ഇന്നേരം കുഞ്ഞെ, നിന്നമ്മ നീ അറിഞ്ഞ നേരിൽ കാണുന്നു. ഇന്നേവരെ ഞാനായ കള്ളം മെല്ലെ മെല്ലെ ഇല്ലാതെയാകുന്നു. ചാവാൻ നേരം ഞാനടക്കമുള്ളതെല്ലാം നേരായിത്തീരുന്നു. കുഞ്ഞുമീൻ മേലോട്ട് പൊന്തുന്ന ചത്ത അമ്മ മീനിൻ്റെ ഗതകാലമോർത്ത് വർത്തമാനത്തിൽ തൻ്റെ ഭാവി കാണുമ്പോൾ മീനോളം കളി നിർത്താം.